ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ യൂസ് ചെയ്യുന്ന റെക്കോർഡിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ആയിട്ട് ഉപയോഗിക്കുന്നത് OBS റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ്. ഇതാണ് OBS കണ്ടിന്യൂ റെക്കോർഡ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന OBS സ്റ്റുഡിയോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ അധികം ലാഗാണ് എൻ്റെ പി സിക്ക്. കാരണം എൻ്റെ പി സിൻ്റെ സ്പെസിഫൈഡ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മെമ്മറി എന്ന് വെറും 2 GB ഉള്ളൂ. അപ്പോൾ 2 GB മെമ്മറി യൂസേജ് 1.9 GB യൂസ് ചെയ്താൽ പോലും വളരെ ലോ ക്വാളിറ്റി വീഡിയോസാണ് എനിക്ക് ഈ OBS സ്റ്റുഡിയോയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പുതിയൊരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും നമ്മളെ ഗൂഗിളിലൊക്കെ വളരെയധികം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി വേണ്ടി മാത്രം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ത് സോഫ്റ്റ്വെയർ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വൈകാണ്ട് വീഡിയോയിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതിനായിട്ട് ആദ്യം ഞാൻ മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. എൻ്റെ എല്ലാ പി സിയിലും മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഉണ്ടാവും. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ആക്സസ് ചെയ്യാം. ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തായാലും നിങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ജസ്റ്റ് മൈക്രോസോഫ്റ്റ് പോയിട്ട് സ്ക്രീൻ റെക്കോർഡ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്ട് ഷെയർ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഷെയർ എക്സ്. അപ്പോൾ ഷെയർ എക്സ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഓക്കെ, ഷെയർ എക്സ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. നേരത്തെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്കത് കറക്റ്റ് കിട്ടാത്തത്. ഷെയർ എക്സ് ടീം തന്നെ ഉണ്ടാക്കിയ ഓപ്പൺ സോഴ്സ് ക്യാപ്ചർ ഫയൽ ഷെയറിംഗ് പ്രൊഡക്ടിവിറ്റി സോഫ്റ്റ്വെയർ ആണിത്. ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ മൈക്രോസോഫ്റ്റ് OBS സ്റ്റുഡിയോൻ്റെ പകുതി പെർഫോമൻസ് വേണ്ടു ഇതിന്. കാരണം ഇതെന്ന് ചെറിയ പി സിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഷെയർ എക്സ് ടീം നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻ്റ് ഒന്നും പ്രത്യേകിച്ചില്ല. 64 ബിറ്റ് പ്രൊസസ്സേഴ്സ് മാത്രം മതി സ്മൂത്തായിട്ട് റണ്ണാൻ. ഇത് 416 MB മാത്രമേ ഉള്ളൂ. ഈ OBS സ്റ്റുഡിയോനൊക്കെ ഏകദേശം 1.5 GB അടുത്തുണ്ട്. അപ്പോൾ ഈ ഷെയർ എക്സിൻ്റെ ബാക്കിയുള്ള സ്പെസിഫൈഡ് ഡീറ്റെയിൽസൊക്കെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതാരാന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കൂടി ഞാൻ പറഞ്ഞിട്ട് ഇത് നമുക്ക് നെക്സ്റ്റ് ഒരു ബ്രൗസറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷെയർ എക്സ് ഇസ് എ ഫ്രീ ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ലെറ്റ്സ് യു ക്യാപ്ചർ ഓർ റെക്കോർഡ് എനി ഏരിയ ഓഫ് എ സ്ക്രീൻ ആൻഡ് ഷെയർ ഇറ്റ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടൺ അധികം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ബോറടിപ്പിക്കില്ല. എന്തായാലും ഇൻസ്റ്റാൾ ബട്ടൺ ഞെക്കിയിട്ട് ഷെയർ എക്സ് അങ്ങ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ആക്കും. ജസ്റ്റ് ഈ ഒരു വിൻഡോ നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയിട്ട് ഗൂഗിൾ ക്രോമിലേക്ക് വരാം. ഓക്കെ, ഗൂഗിൾ ക്രോമിലേക്ക് പോയതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ചാറ്റ് GPT ആണ്. അപ്പോൾ ചാറ്റ് GPTനോട് ചോദിക്കാം. ചാറ്റ് GPTനോട് നമുക്ക് നമ്മുടെ മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കാം. ഹേ ചാറ്റ് GPT, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഷെയർ എക്സ് സ്ക്രീൻ റെക്കോർഡർ ഫ്രം മൈക്രോസോഫ്റ്റ് സ്റ്റോർ? അപ്പോൾ ഞാൻ ചാറ്റ് GPTനോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഷെയർ എക്സിൻ്റെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനോടുള്ള അഭിപ്രായം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം വെരി ലൈറ്റ് കമ്പയർ ടു OBS സ്റ്റുഡിയോ. വെരി ലൈറ്റ് കമ്പയർ ടു OBS സ്റ്റുഡിയോ. നമ്മൾ OBS സ്റ്റുഡിയോ ഹെവിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്തൊക്കെ നമ്മുടെ പി സിയിൽ ഭയങ്കരമായിട്ട് തന്നെ ഹാർഡ്വെയർ ഒക്കെ ചൂടാവും. കാരണം OBS സ്റ്റുഡിയോയും ഗെയിമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ എൻഡ് പി സിക്കാർക്കാണ് കുഴപ്പമില്ല. ലോ എൻഡ് പി സിയുടെ കാരണമാണ് ഞാൻ പറഞ്ഞതൊക്കെ. ഫ്രീ ഓപ്പൺ സോഴ്സ്, നോ വാട്ടർമാർക്ക് ഇല്ലാണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മളെ വണ്ടർഷെയർ ഫ്ലിമോറാൻ്റെ ഒക്കെ സ്ക്രീൻ റെക്കോർഡർ വാട്ടർമാർക്കോട് കൂടിയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഇത് വാട്ടർമാർക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ് ഫോർ യൂട്യൂബ് ട്യൂട്ടോറിയൽസ്, ഡെസ്ക്ടോപ്പ് റെക്കോർഡിംഗ് ആൻഡ് ക്വിക്ക് ക്യാപ്ചേഴ്സ്. അതുപോലെ തന്നെ ലോ എൻഡ് പി സിക്ക് ഇങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ലോ എൻഡ് പി സി ഒന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്തെല്ലാം ഞാൻ കുറിച്ചാണ്. ഈ ചാറ്റ് GPT പ്ലീസ് ഷോ ദി സിസ്റ്റം റിക്വയർമെൻറ്റ് ഓഫ് ദിസ് ഷെയർ എക്സ്. ഓക്കെ, ഞാൻ സിസ്റ്റം റിക്വയർമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചാറ്റ് GPT സിസ്റ്റം റിക്വയർമെൻറ്റ് പറഞ്ഞുതരും. മിനിമം ഒഫീഷ്യൽ സ്റ്റീം ലിസണിങ് ടു റാം വെറും 512 MB മാത്രമേ നമുക്ക് റാമും ഉണ്ട്. അതുപോലെ തന്നെ 150 MB ഫ്രീ സ്പേസും. അപ്പോൾ ഒരു വാട്ടർമാർക്ക് ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ റാം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. നോമോർ ഗുഡ് 2 GB റാമിൽ ഓടുന്ന ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അതുപോലെ തന്നെ ഡ്യുവൽ കോർ പ്രൊസസ്സർ ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് ഇതാക്കാം. ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പി സി അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അത് സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് പി സിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ റാം 2 GB അല്ല 4 GB പോലും നമുക്ക് സ്മൂത്തായിട്ട് ഏതൊരു ഷെയർ എക്സിൻ്റെ ഈ റെക്കോർഡർ സ്മൂത്തായിട്ട് റണ്ണാക്കാൻ പറ്റും.
അതിൽ തന്നെ 4 year 2 GB റാം PC ഷെയർ എക്സ് നല്ലോണം റണ്ണാവും, സ്മൂത്തർ റെക്കോർഡിങ് കിട്ടും, ഗുഡ് ലൈറ്റ് വെയ്റ്റ് യൂട്യൂബ് റെക്കോർഡിനൊക്കെ പറ്റിയൊരിതാണ്. അപ്പം ഷെയർ എക്സ് എൻ്റെ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു നോട്ടിഫിക്കേഷൻ അതിൽ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നോക്കട്ടെ. ഓക്കെ, ഇതാ ഷെയർ എക്സ് നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഷെയർ എക്സ് ഡൗൺലോഡ് ചെയ്യാൻ 416 MB ഉള്ളൂ ഈ ഷെയർ എക്സിന്. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഷെയർ എക്സ് ഡൗൺലോഡ് ചെയ്ത് ഒരു ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആക്കി തന്നെങ്കിൽ. അപ്പോൾ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻറ്റ്ഫുൾ വീഡിയോസ് അല്ലെങ്കിൽ ബെസ്റ്റ് വീഡിയോസ് ആയിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ OB സ്റ്റുഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആക്കും. പിന്നെ കുറേ മച്ചാന്മാർ എൻ്റെ DM-ലൊക്കെ വന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു, ലോ ക്വാളിറ്റി വീഡിയോ ആണ് ബ്രോ, കുറച്ചും കൂടി വീഡിയോൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയർ എക്സ് എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ചാൽ ഷെയർ എക്സ് എന്നുള്ള സോഫ്റ്റ്വെയർ ഞാൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. OB സ്റ്റുഡിയോ ലോൻ്റെ PCക്ക് സപ്പോർട്ടില്ല, അതുകൊണ്ടാണ് ഇത് ലോ ക്വാളിറ്റി വീഡിയോസൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നല്ല ക്വാളിറ്റി വീഡിയോസ് വരും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ആണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബൈ ഗൈസ്.